ബിഗ് ബോസ് അത് ചിന്തിക്കാവുന്നേക്കാൾ വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ആ പ്ലാറ്റ്ഫോം സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണെന്ന് ഓൾറെഡി ബിഗ് ബോസ് പറയുകയും ചെയ്തു. ആ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആയ ആ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് സൊസൈറ്റിയിലോട്ട് കൊടുക്കേണ്ട കുറേ മെസ്സേജസ് ഉണ്ട്. ഇപ്പൊ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായം ഇവരുടെ ഈ വേഷം കിട്ടും ജാസ്മിന്റെ കയ്യിൽ നിന്ന് പോക്കും ഒക്കെ കൂടിയായിട്ടാണ് ഓപ്പൺ അപ്പ് ആയിട്ട് ആ കാര്യം ചോദിച്ചത്. അവിടെ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ആളുടെ ഇന്നലത്തെ ഒരു ടാസ്കും സംഭവവും നമ്മൾ കണ്ടു. നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു. നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന, വാക്കുകൾ പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനം കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സിബിൻ എന്ന് പറയുന്നത്. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് സിബിൻ. ആള് നന്നായിട്ട് പെർഫോം ചെയ്തു ഇന്നലെ. അത് നല്ലൊരു ഫണ്ണി മൂമെന്റ് ആയിരുന്നു. ഓരോരുത്തർക്കും കുറിക്ക് കൊള്ളുന്ന രീതിയിൽ സംസാരിച്ചു. സിബിൻ ഇന്നലെ പറഞ്ഞ വലിയൊരു വിലപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇവരിൽ രണ്ടുപേരിലോട്ടും ഒതുങ്ങി പോവുകയാണ് ബിഗ് ബോസ് എന്നുള്ളത്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. അത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെയുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇതിന് കാരണമുള്ളത്. കാരണം ഇന്നലത്തെ ഇവരുടെ ഓരോ സിറ്റുവേഷൻസ് ഇവർക്ക് കൂടുതൽ ഹൈപ്പ് കൊടുക്കും തോറും ഈ ഒരു ബിഗ് ബോസിൽ എന്താണ് മെയിൻ കണ്ടന്റ് എന്ന് ചോദിച്ചാൽ ജബ്രി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊരാളുടെ പേര് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ വരുന്നില്ല. പിന്നെ വരുന്നത് ജിൻഡോന്റെ സെക്ഷൽ ഹറാസ്മെന്റും സംഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഇത്രയും വലിയൊരു ഷോ, ഇത്രയും വാല്യൂലെസ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ കുഴപ്പം തന്നെയാണ്. അപ്പൊ പോയിക്കോ കുഴപ്പം തന്നെയാണ്. അപ്പൊ സിബിൻ ഇന്നലെ പറഞ്ഞത് പുറത്തെ ആൾക്കാരുടെ ഇവരിപ്പോ ഈ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിനു ശേഷമാണ് വീക്കെൻഡ് എപ്പിസോഡിലോട്ടും ലാലേട്ടന്റെ ഓരോ ചോദ്യങ്ങളും പുറത്തുള്ള പ്രേക്ഷകർ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഗെയിം യു ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ദ ഗെയിം. ലൈക്ക് കണ്ടസ്റ്റൻസിന്റെ ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ കുറെ ആൾക്കാരുടെ ഒരു ഡിസ്കഷൻ പോലെ ഷോയില് കമന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരത് കൺസിഡർ ചെയ്യും. അവർക്കതൊരു ഈ ഒരു ടാസ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം എന്നുള്ളത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറന്റ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതാണ് ഫയർ ആയിട്ട് നിൽക്കുന്നത് എന്നൊരു ഫീല് വന്നിട്ട് ദേ വിൽ കൺസിഡർ. അല്ലാതെ അവിടെയുള്ള എല്ലാവരും ഇവര് പോയിന്റ് ചെയ്യുന്നത് ലൈക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ അതിന്റെ അകത്ത് ജബ്രിയെ പറ്റി സംസാരിക്കാൻ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ക്ലാപ്പും കാര്യങ്ങളും കണ്ടിട്ടാണോ ഏതോ ഒരു കാര്യം സിബിൻ പറഞ്ഞത് വളരെ പോയിന്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അവിടെ ഷാർപ്പായിട്ട് സംസാരിക്കുകയും ലൈക്ക് ആ ഒരു എന്താ പറയാ ഷോയുടെ ആ ഒരു പഞ്ച് ആ ഒരു ഇതിൽ നിൽക്കുന്ന ആൾ കറക്റ്റായിട്ട് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്. മോണിറ്റൈസ് ഇൻ ദ സെൻസ് ലൈക്ക് കറക്റ്റായിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്തിട്ടാണ് സിബിൻ സംസാരിക്കുന്നത്. മേ ബി സിബിൻ അങ്ങനത്തെ ഒരുപാട് കോണ്ടാക്ട്സിലുള്ള ആളുകൾക്കൊക്കെയാണ്, നോർമലി ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഇങ്ങനെ മറ്റാൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവരെ മനസ്സിലാക്കാനുള്ള ഒരു വൈബ് കിട്ടുന്നത്. ഇവിടെ മൊത്തം പോലീസാണോ എന്തൊറ്റി. ഓക്കെ, അപ്പൊ സിബിൻ പറഞ്ഞ തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. കാരണം ഈ ഒരു ഇത്രയും വലിയൊരു ഷോ ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലോട്ട് അല്ലെങ്കിൽ ചെറിയൊരു സംഭവത്തിനോട്ട് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്റെ അകത്തെ കണ്ടസ്റ്റൻസ് ഈ സംഭവത്തിനെ റഫാക്കി വിടണം. ഇനിയിപ്പോ കുഴപ്പമില്ല, കാരണം ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ സംസാരിച്ചു. ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട്. അതിൽ തന്നെ സ്റ്റക്ക് ചെയ്യാതെ വേറെ ഇതിലേക്കൊക്കെ മാറി പോവാൻ. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ വേണം. പക്ഷെ സിബിൻ ആസ് എ പേഴ്സൺ ടോപ്പ് 5 വരെ വരുന്നതിനായിട്ട് വളരെ ചാൻസിന് സിബിൻ ആൻഡ് പൂജ ഇവർ രണ്ടുപേരും ടോപ്പ് 5 എത്താനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ.